പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് ഇപ്പോ ഒരു ചൊല്ലുണ്ടല്ലോ, അതിപ്പോ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാല്, നമ്മുടെ അർജുന്റെ ശിരൂരിൽ ലോറിയുമായി കാണാതാവുകയും പിന്നീട് 72 ദിവസങ്ങൾക്ക് ശേഷം മൃതശരീരം കിട്ടുകയൊക്കെ ചെയ്ത അർജുന്റെ വീട്ടുകാര് ഇന്നൊരു പത്ര സമ്മേളനം നടത്തി. ഒരുപാട് പേർക്ക് നന്ദിയൊക്കെ പറഞ്ഞു. നന്ദിയൊക്കെ പറഞ്ഞ കൂട്ടത്തില് പിന്നീട് ഇവര് ഒരു നന്ദികേടും കൂടെ പറഞ്ഞു. അതായത് മനാഫ്, ഈശ്വർ മാൽപേ, ഇവരൊക്കെ അവിടെ വലിയ നാടകം കളിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ശരിക്കും എന്ത് നന്ദികേടാണ് ഇവര് പറഞ്ഞിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങൾ, പത്ര ദൃശ്യ മാധ്യമങ്ങൾ എല്ലാം വലിയ രീതിയിൽ ഈ മനാഫിന്റെയും ഈശ്വർ മാൽപ്പയുടെയും ഒക്കെ പ്രവർത്തികൾ അവര് കറക്റ്റായിട്ട് അന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. ഈ പറയുന്ന മനാഫ് ഇത്രയും ദിവസവും അവിടെ തുടർന്നു. അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. പിന്നീട് ഏതായാലും ഇപ്പോ ഇവരുടെ വീട്ടുകാര്, അതായത് അർജുന്റെ വീട്ടുകാര് വന്നിട്ട് പറയുകയാണ്, ഇപ്പം നമ്മുടെ മനാഫ് അവിടെ ഒരു പിരിവൊക്കെ നടത്തി, അതുപോലെ ഇവരുടെ പേര് പറഞ്ഞ് പലരും പിരിവ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അതിൽ മനാഫ് തന്നെ വന്ന് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരു പിരിവ് നടത്തിയിട്ടില്ല, ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഏതെങ്കിലും വിധേന നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ വന്ന് നിൽക്കാം, നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞ് കൊല്ലു. ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഇപ്പോ ഈ ഒരു പത്രസമ്മേളനത്തിൽ നിങ്ങൾ ഇങ്ങനെ ഇത് പറഞ്ഞത്? അയാൾ നിങ്ങളുടെ കുടുംബത്തിനൊപ്പം നിന്നേയല്ലേ? നിങ്ങളുടെ ഈ പറഞ്ഞ അർജുന് നല്ലൊരു ജോലി കൊടുത്തു. ഈ അർജുന്റെ അവരുമായുള്ള ഒരു ബന്ധവും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും അതൊക്കെ ജനങ്ങളെ ഏറ്റെടുത്തതാണ്. ഈ മനാഫ് എന്ന് പറയുന്ന ആൾ പെട്ടെന്ന് ഒരു ദിവസം വന്ന് അവിടെ നിന്ന് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളല്ല, മറിച്ച് അദ്ദേഹം അവിടെ ഇത്ര ദിവസത്തോളം തുടർന്നതും ഒക്കെ പലരും സാക്ഷികളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എന്താ പറയാ, പല മുതലാളിമാരും ചെയ്യുന്ന കണക്കല്ല ചെയ്തത്. അദ്ദേഹം അവിടെ തുടർന്നു. ആ ഒരു മൃതശരീരവുമായിട്ട് തന്നെയാണ് നാട്ടിലേക്ക് വന്നത്. അപ്പോൾ തീർച്ചയായും ജനങ്ങൾ അത് അംഗീകരിക്കുക തന്നെ ചെയ്യും. ജനങ്ങള് ആ ഒരു പ്രവൃത്തി കണ്ടുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായും ജനങ്ങൾ അത് അംഗീകരിക്കുക തന്നെ ചെയ്യും. അത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ യൂട്യൂബിന് വ്യൂസിനെ കൂട്ടാൻ വേണ്ടി ചെയ്തതാണ് എന്നൊക്കെയാണ് പറയുന്നത് ഈശ്വർ മാൽപ്പയും അല്ലെങ്കിൽ ഈ ഒരു പറയുന്ന മനാഫും ഒക്കെ. എന്തിനാണ് അവർക്ക് യൂട്യൂബോ അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. അവർ കുറെ ആൾക്കാര്, അതിപ്പം ഒരു വിഷയം നടക്കുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയൊരു വിഷയം കേരളത്തിൽ ജനങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു അർജുന്റെ വിഷയം വന്നതുകൊണ്ട്, അത് ഏത് വിഷയം തന്നെ ആയാലും ഇത്ര ഒരു വലിയൊരു വിഷയമാകുമ്പോൾ അതിൽ പ്രവർത്തിച്ചവരെ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായവരെ എല്ലാ പത്ര ദൃശ്യ അല്ലെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ വന്ന് അവരുടെയൊക്കെ ഇന്റർവ്യൂകളൊക്കെ എടുക്കാറുണ്ട്, അവരോട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ അതില് ഈ പറയുന്ന പോലെ ഒരു പ്രതിഫലം നോക്കി ആയിരിക്കത്തില്ല പലരും അതിനോട് സഹകരിക്കുന്നത്. കാരണം തങ്ങൾ ഇത്രയും നാള് ഇതിനു വേണ്ടി പ്രയത്നിച്ച അവരുടെ ഒരു ഫലം പലരും ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞു പോന്നേ ആയിരിക്കാം. അല്ലാതെ ഇതില് ഇപ്പൊ നിങ്ങൾ ഈ ഒരു പത്രസമ്മേളനം നടത്തിയത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ചീഞ്ഞ് നാറിപ്പോയിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ, സത്യം പറഞ്ഞ. അല്ലാതെ ഒന്നുമല്ല. ഈ മനാഫും അതുപോലെ അർജുനുമൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ, മലയാളികളുടെ ഹൃദയത്തിന്റെ അറകളിലേക്കാണ് അവരെ എത്തിയിരിക്കുന്നത് കേട്ടോ. അതിപ്പോ നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തിയും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു രീതിയും ഒക്കെ കണ്ടപ്പോ ശരിക്കും പറഞ്ഞു പോവുകയാണ്. അല്ലെങ്കിൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ ആയിരുന്നു എങ്കിൽ എന്തിനായിരുന്നു ഇത് കിട്ടിയതെന്ന് ഈ മനുഷ്യന്റെ ശരി. കാരണം അത്രത്തോളം എന്താ പറയുക, ആ മൃതശരീരത്തിനെ പോലെയല്ല ഇവരുടെയൊക്കെ മനസ്സ് ചീഞ്ഞ് നാറിയെ പോലെ ആയിപ്പോയി കേട്ടോ.
ഒരിക്കലും അതങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുക അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടായിരുന്നെങ്കിൽ അത് ഈ ഒരു അവസരമല്ലായിരുന്നു വിനിയോഗിക്കേണ്ടത്. പകരം നിങ്ങളും ഒക്കെ പരസ്പരം കാണുന്നവരും അല്ലെങ്കിൽ അറിയുന്നവരും ടെലിഫോണിൽ ബന്ധപ്പെടുന്നവരും ഒക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് പറയാം അവരുടെ അടുത്ത് വ്യക്തിപരമായി നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഒരു ഇതും ആവശ്യമില്ല, നിങ്ങൾ പറയുന്നതൊക്കെ വ്യാജമാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അവരോട് പറയാമായിരുന്നു ഇല്ലേ? അല്ലാതെ മറിച്ച് പെട്ടെന്നൊരിക്കൽ വന്നിട്ട് ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിലൂടെ അവരെ അപമാനിച്ചു വിടണ്ടായിരുന്നു. നിങ്ങൾ അപമാനിച്ച ശരിക്കും പറഞ്ഞ അവരെ മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ ഇത് കണ്ടുകൊണ്ടിരുന്ന ഈ പറയുന്ന അർജുന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അനേകായിരം ലക്ഷക്കണക്കിന് മലയാളികളെ കൂടിയാണ് കേട്ടോ. അത്രത്തോളം അവരൊക്കെ നെഞ്ചിലേറ്റിയിരുന്നു അർജുനെയും അതുപോലെ തന്നെ ഈ അർജുന്റെ മുതലാളിയായ മനാഫിനെയും ഒക്കെ. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. എന്താ പറയാ, അതായത് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, വണ്ടിയുടെ കാര്യം അത് ഇതൊക്കെ. ഏതായാലും ഈ പൂർണ്ണമായിട്ടും ഇവരെ ഇങ്ങനെ നിങ്ങൾ തള്ളി പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോ അതില് കൂടുതൽ പ്രതികരിച്ചത് ഈ ഒരു അർജുന്റെ അളിയനാണോ അങ്ങനെയാണോ തോന്നുന്നു. പിന്നീട് അയാളുടെ പ്രൊഫൈലുകളൊക്കെ ആൾക്കാർ തേടി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടോ. ജനങ്ങൾ മുഴുവൻ അയാളുടെ പ്രൊഫൈല് കയറി സെർച്ച് ചെയ്യപ്പോൾ അയാളുടെ രാഷ്ട്രീയം കണ്ടു. രാഷ്ട്രീയം ഏതുമാകട്ടെ, മനുഷ്യനാണ് നന്നാവേണ്ടത്. അപ്പൊ അയാളുടെ രാഷ്ട്രീയം എന്താ പറയുക, അയാളൊരു സംഘ പരിവാർ അനുഭാവിയാണ് എന്നാണ് അതിലൂടെ മനസ്സിലാക്കുന്നത്. എന്തുകൊട്ടെ അങ്ങനെയൊക്കെയുള്ളവർ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുന്ന ആളുകളും ഒക്കെയാണ്. ഇതിനിടയിൽ കുറെ ആൾക്കാരും വെറും വർഗീയവാദികളും ഒക്കെ ഉണ്ട്. ഏതായാലും ഇതിപ്പോ ആൾക്കാരൊക്കെ ജനങ്ങളിപ്പോ ശരിക്കും പറഞ്ഞാൽ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവർക്ക് എന്താ പറയാ, ജനങ്ങളുടെ ഉള്ളിൽ ആ ഒരു അർജുന് കിട്ടിയ സ്വീകാര്യത ഒരുപക്ഷെ ഇവരുടെ കുടുംബത്തിന് കിട്ടിയില്ല എന്ന് വരും. കാരണം അത്രത്തോളം അവർ ഈ പറഞ്ഞ വാക്കുകൾ വന്ന് തറച്ചത് ഇത്രയും നാളും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ ഒരു വലിയ മലയാളി മനസ്സ് അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകൾ, ഈ ഒരു വാർത്തകൾ അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾ, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ജനങ്ങൾക്ക് ഉള്ളിലേക്കാണ് ഇത് വന്ന് തറച്ചത്. മനാഫും അതുപോലെ ഈശ്വർ മാൽപ്പയും ഒക്കെ നല്ല രീതിയിലായിരുന്നു സഹകരിച്ചത്. അതൊക്കെ തത്സമയം ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ് കേട്ടോ. എന്തായാലും കുടുംബം ഈ ഒരു ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാണ്